ബഹുമാനപ്പെട്ട കോതമംഗലം MLA ശ്രീ ആന്റണി ജോൺ പറഞ്ഞതുപോലെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ കോതമംഗലം മേഖലയിൽ നടന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3 ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് അങ്ങേയറ്റം വേദനാജനകവും അമ്പരപ്പിക്കുന്നതുമാണ്. ഈ വിഷയങ്ങൾ ഒന്നിലധികം തവണ കോതമംഗലം MLA എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി P. രാജീവനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ ഒരിക്കൽ എന്നെ വിളിച്ച് ശ്രദ്ധ വേണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അവരുടെ എല്ലാം നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനാണ് ഗവൺമെൻറ് വനം വകുപ്പ് ആഗ്രഹിക്കുന്നത്. ഇതിനായി 650 ലക്ഷം രൂപയുടെ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3 RRTകളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിവിഷൻ എമർജൻസി കൺട്രോൾ റൂമും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ പലപ്പോഴായി സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട MLAയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ട്. സർ, അവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നുകൂടി ഗൗരവത്തിൽ പരിശോധിക്കുന്നതിനും ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനുമായി മുഖ്യ വനപാലകൻ ചീഫ് വൈൽഡ് ലൈഫ് ഓഫീസർ ഈ ആഴ്ച തന്നെ കോതമംഗലത്തെത്തി ബന്ധപ്പെട്ടവരുമായും ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ചകൾ നടത്തി മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കേണ്ട പരിപാടികൾ സംബന്ധിച്ച രൂപരേഖ നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട MLA അഭ്യർത്ഥിച്ച പോലെ പ്രതിപക്ഷ നേതാവിൻ്റെയും സഹായവും നിർദ്ദേശങ്ങളും ആ കാര്യത്തിൽ ഉണ്ടാക്കണം. നമുക്ക് യോജിച്ച് നേരിടേണ്ട ഒരു ജനകീയ പ്രശ്നം തന്നെയാണിത്. ആ പ്രശ്നത്തിന് വസ്തുതാപരമായി കഴിയാവുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം. മറ്റൊന്ന് സാർ, നമുക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും കാർഷിക വിളകൾ നശിപ്പിക്കപ്പെട്ടാൽ ഇപ്പോൾ പഴയൊരു ഫോർമാറ്റ് വെച്ചാണ്, പഴയൊരു മാനദണ്ഡം വെച്ചാണ് പണം കൊടുക്കുന്നത്. അത് പുനഃപരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ റവന്യൂ, വനം, കൃഷി വകുപ്പുകൾ സംയുക്തമായി ചേർന്ന് ആലോചിക്കുന്നത്. സർ, അത് വർദ്ധിപ്പിച്ചേ പറ്റൂ. കാരണം ഉദാഹരണത്തിന് ഒരാൾ 1 ലക്ഷം രൂപ വായ്പയെടുത്ത് വാഴക്കൃഷി നട്ടാൽ അത് പൂർണ്ണമായി നശിച്ചാൽ അയാൾക്കത് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല, പുതിയ കൃഷി തുടങ്ങാനും കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ അവരെ എങ്ങനെ രക്ഷിക്കണമെന്നത് സവിശേഷമായ ഒരു ശ്രദ്ധ വേണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം ചേർന്ന് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു.